നമസ്കാരം. ഇത് നമ്മുടെ ഇടം. പുറം ലോകം അറിയാതെ പോകുന്ന പലരുടെയും ജീവിതകഥകൾ പങ്കുവയ്ക്കാൻ ഞാൻ കൂടെയുണ്ട്. ചിലപ്പോൾ എൻ്റെ കഥ, ചിലപ്പോൾ നിങ്ങളുടെയും. സ്വാഗതം ദ മാരേജ് മാനുവൽ അൺഫിൽറ്റേർഡിലേക്ക്. നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. ഒറ്റയ്ക്കൊരമ്മ, വഞ്ചനയുടെയും അതിജീവനത്തിൻ്റെയും കഥ. കോളേജ് കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അഞ്ജലി. കൂട്ടുകാരും ചിരിയും നിറഞ്ഞ ആ ലോകത്ത് അവൾക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാർ അതറിഞ്ഞതോടെ ആ ബന്ധം എതിർക്കപ്പെട്ടു. വീട്ടിലെ കലഹങ്ങളും കാമുകന്റെ മാറിയ പെരുമാറ്റവും കാരണം ആ ബന്ധം ഉപേക്ഷിച്ച് അവൾ വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് സമ്മതിച്ചു. പുതിയൊരു ജീവിതം, പുതിയ പ്രതീക്ഷകൾ, അതായിരുന്നു അവളുടെ മനസ്സ് നിറയെ. പക്ഷേ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. വിവാഹത്തിന്റെ ആദ്യ രാത്രികളിൽ തന്നെ അവൾ തിരിച്ചറിഞ്ഞു, ഭർത്താവിന് അവളോടുള്ളത് വെറും കടമ മാത്രമാണ്. തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കാനും ഒരു കുഞ്ഞിനെ നൽകാനും മാത്രമാണ് അയാൾ തന്നെ വിവാഹം ചെയ്തത്. അയാളുടെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു, തന്നേക്കാൾ പ്രായമുള്ള ഒരാൾ. അമ്മയുടെ സുഹൃത്ത് എന്നായിരുന്നു ആദ്യത്തെ പരിചയപ്പെടുത്തൽ. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ വരെ തിരഞ്ഞെടുക്കുന്നത് ആ സ്ത്രീയായിരുന്നു. വിവാഹത്തിനു ശേഷം അവർ തമ്മിലുള്ള ബന്ധം തുടർന്നു. ഗർഭിണിയായിരുന്ന ആ 10 മാസങ്ങൾ അഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമായിരുന്നു. ഭർത്താവിന്റെ അവഗണനയും മറ്റൊരു സ്ത്രീയുമായുള്ള അയാളുടെ ബന്ധവും അവളെ മാനസികമായി തകർത്തു കളഞ്ഞു. സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത രാത്രികൾ. ആ സമയത്ത് അവൾ അനുഭവിച്ച് കഠിനമായ മാനസിക സമ്മർദ്ദം ഒടുവിൽ പ്രതിഫലിച്ചത് അവളുടെ കുഞ്ഞിലായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ചെറിയ വളർച്ചാ പരിമിതികളും അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. തന്റെ സന്തോഷമില്ലാത്ത മനസ്സാണോ കുഞ്ഞിനെ ഇങ്ങനെയാക്കിയത് എന്ന കുറ്റബോധം അവളെ ഇന്നും വേട്ടയാടുന്നു. ബന്ധം ശരിയാകുമെന്ന് കരുതിയാണ് അവൾ ഭർത്താവിനൊപ്പം 3 മാസത്തേക്ക് ഡൽഹിയിലേക്ക് പോയത്. അവിടെയും അയാൾ തന്റെ പ്രണയിനിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തി. ഒരു ദിവസം അവിചാരിതമായി അയാളുടെ ഫോൺ പരിശോധിച്ച് അഞ്ജലി ഞെട്ടിപ്പോയി. താൻ കൂടെയുള്ളപ്പോൾ പോലും അയാൾ മറ്റേ സ്ത്രീയുമായി അശ്ലീല ചാറ്റുകളും വീഡിയോ കോളുകളിലും ഏർപ്പെട്ടിരുന്നു. അവൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാം എന്ന അയാളുടെ സന്ദേശം കണ്ടതോടെ അവളുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. അവിടെ വലിയ കലഹങ്ങൾ നടന്നു. അയാൾ തെളിവുകൾ നശിപ്പിക്കാനും അവളെ സമാധാനിപ്പിക്കാനും ശ്രമിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവൾ നാട്ടിലേക്ക് തിരിച്ചു. ഇന്ന് നാട്ടിലെത്തിയ അഞ്ജലി ആ പഴയ ഒറ്റപ്പെടലിൽ തന്നെയാണ്. വഞ്ചകനായ ഭർത്താവും പ്രത്യേക കരുതൽ വേണ്ട തൻ്റെ കുഞ്ഞും. എങ്കിലും തൻ്റെ മകൾക്ക് വേണ്ടി അവൾക്ക് തോറ്റുകൊടുക്കാൻ കഴിയില്ല. നിരാശയുടെ ഈ ഇരുട്ടിലും അവൾ തൻ്റെ കുഞ്ഞിനായി ഒരു മെഴുകുതിരിയായി ഉരുകിത്തീരുന്നു. ഇത് അഞ്ജലിയുടെ മാത്രം കഥയല്ല, ഇങ്ങനെ ജീവിക്കുന്ന പലരുടെയും വേദനയാണ്. അഞ്ജലിയുടെ ഈ അവസ്ഥയിൽ അവൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സ്വന്തം കുഞ്ഞിനു വേണ്ടി ഇനിയും സഹിക്കണോ? അതോ സ്വന്തം അന്തസ്സിനും സമാധാനത്തിനു വേണ്ടി ഒരു പുതിയ വഴി കണ്ടെത്തണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ജീവിതം ചിലപ്പോൾ നമ്മളെ തളർത്താൻ ശ്രമിക്കും. പക്ഷേ വീഴാതിരിക്കാൻ ശ്രമിക്കുന്ന ഓരോ സ്ത്രീയും ഒരു പോരാളിയാണ്. അഞ്ജലിയുടെ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സന്തോഷങ്ങൾ മറ്റൊരാളുടെ കൈകളിൽ പണയപ്പെടുത്തരുത് എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ആരും അറിയാതെ പോയ നോവുകളുണ്ടോ? തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന സങ്കടങ്ങളുണ്ടോ? നിങ്ങൾക്ക് അത് എന്നോട് പങ്കുവയ്ക്കാം. നിങ്ങളുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പാഠമാകുന്ന രീതിയിൽ ആ കഥ നമുക്ക് ലോകത്തോട് പറയാം. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള മെയിൽ ഐഡിയിൽ സന്ദേശങ്ങൾ അയയ്ക്കുക. നമ്മൾ തനിയെയല്ല, നമുക്ക് പരസ്പരം താങ്ങായി മുന്നേറാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി.